ഹായ് സുഹൃത്തുക്കളെ, വളം മിക്സ് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. വളം മിക്സ് ചെയ്യുന്നതും തോട്ടത്തിലെ കാഴ്ചകളും കാണിക്കുന്നതൊക്കെ ഒരുമിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഓസ് അമർത്തുന്നതിന് പകരം ഞാൻ നിർത്തി, വീഡിയോ സ്റ്റോപ്പാക്കി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇത് കണ്ട, അയ്യോ, ഇത് നോബൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പരന്ന് വിധാനിച്ച് പോവും. ഇത് എന്ത് വളമാണ് കൂട്ടിയിട്ടുള്ളത് എന്ന് ഇതിന് തൊട്ട് മുന്നിട്ട വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് ശരിക്കും ആക്ച്വലി ഇതിൻ്റെ കൂടെ ഇടേണ്ട വീഡിയോ ആയിരുന്നു. എഡിറ്റിങ് പരിപാടി ഇല്ല, അതുകൊണ്ട് 2 വീഡിയോ ആയി പോയതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പോണേന്ന്. കണ്ട, ഇതാണ് ഇതിൻ്റെ ഫോഴ്സ്. ഇത് ഇങ്ങനെ ലിവർ ഓണാക്കി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല രീതിയിൽ പോകും. ഇത് VNR എന്ന് പറഞ്ഞിട്ട് കിട്ടിയ പേരയാണ്. പക്ഷേ ഈ പേരയമ്മ ഒരു 2 കായ് ഉണ്ടായി, ഒരെണ്ണം കൊഴിഞ്ഞു പോയി. ഒരെണ്ണം അതുമ്മ രാത്രി ഒരു നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊതുകുകൾ, ഇത് ഇവൻ വ്യാജനാന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ ഇല വ്യത്യാസമുണ്ട്, അടിയിൽ നിന്ന് പൊട്ടിയിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊതുകുകൾ ചോര ഊറ്റി കുടിക്കുന്ന പോലെ നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണികളുണ്ട്, പഴയിച്ചയമ്മ. അപ്പോൾ അങ്ങനെ അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമ്മ ഒരു കുത്ത് കറുപ്പ ഡോട്ടുകൾ വന്നിരിക്കുക പേരയമ്മ. ഇത് ശരിക്കും 3 കൊല്ലമായി വാങ്ങിയിട്ട് തണലത്തിരിക്കുകയായിരുന്നു. ഇത് പറിച്ച് വെയിലത്തേക്ക് ഡ്രമ്മിൽ വെച്ചപ്പോഴാണ് ഇത് കായ്ച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ഡെയിലി നോട്ടം വേണം. പിന്നെ ആഴ്ചയിലോ 2 ആഴ്ചയിലോ കൂടുമ്പോഴെങ്കിലും വളവും പിന്നെ കീടനാശിനിയും കൊടുക്കണം. ഈ പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ മാത്രം ഉണ്ടാകുന്ന ജപ്പാൻ പേര, റെഡ് ഡയമണ്ട് പേര, പിന്നെന്താ വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനമാണ്. കൊണ്ടുവച്ചിട്ട് ഒരു 7 മാസമായ സമയത്ത് ഇതുമ്പോൾ 2 കാ 10-20 പൂവുണ്ടായിട്ട് 2 കാ മാത്രമേ പിടിച്ചത്. ഇതിപ്പോൾ നമ്മൾ ഉണക്കാൻ കണ്ടപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് നമ്മൾ അത് വിട്ട് കളഞ്ഞ്, അത് മണ്ണിലേക്ക് വെച്ചു. ഇതിപ്പോൾ മണ്ണിലാണ് നിൽക്കുന്നത്. അപ്പോൾ മണ്ണിൽ നിൽക്കുമ്പോഴും അതൊരു പ്രാണി വന്ന് നീരൂറ്റി കുടിച്ചിട്ടാണോ ഇല അഗ്രം കരിയുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു കൊമ്പ് മാത്രമേ വൃത്തിക്ക് വന്നിട്ടുള്ളൂ. ഇത് ഉള്ളു റെഡുള്ള ആത്തയാണ്. തൈ ചോദിക്കരുത്, എന്താ ഏതാണെന്ന് ചോദിക്കരുത്. ഇത് സാധാ ആത്തയാണ്. ഇതിൻ്റെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈകൾ തരാം. ഇതൊരു മുള്ളാത്തയാണ്. മുള്ളാത്ത ഒരെണ്ണം 2 കൂടെ ഉണ്ടായി. പിന്നെ ഇപ്പോൾ പൂവിട്ടിട്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ കായ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കായ വന്നിട്ട് കൊഴിഞ്ഞിട്ടുള്ള ഭാഗമായിരിക്കും. പിന്നെ ഇവിടെ 2 കൊമ്പ് കിടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു പപ്പായ ഉണ്ടായിരുന്നത്, ഈ എന്നെ പറ്റിച്ച ജബോട്ടിക്കാബ റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് സബാറ എന്ന സാധനം, അതിൻ്റെ വലിയൊരു കൊമ്പ് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയി. ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചതും ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ കൂടെ ഒടിഞ്ഞു പോയി. എന്തായാലും സബാറ ഇത് കാത്തിരുന്ന് കഴിഞ്ഞൊരു 10-12 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കുന്ന ഐറ്റം മാറ്റി വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാന്താരി മുളകുണ്ട്. പിന്നെ ഇത് നിറച്ച് കൊല കുത്തി പൂവിട്ടിട്ടുണ്ട്. വെള്ളഞ്ഞാവൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ആ ഡ്രമ്മിൻ്റെ ഓട്ട തുളച്ചിട്ട് വേര് പുറത്തേക്ക് വന്നത് ഒന്ന് വെട്ടി കളയാൻ അടുത്ത വർഷക്കാലത്ത്. പിന്നെ ഇതിന് കീടാക്രമണം കൂടുതലാണ്, ഡെയിലി ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇത് കണ്ടതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു തുടങ്ങി, അപ്പോൾ എയർ അടിക്കണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് വളമായാലും ഓർഗാനിക് ആയാലും ഇനോർഗാനിക് ആയാലും ഇതിങ്ങനെ മുട്ടിട്ടുന്ന സമയത്ത് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾ വരാതെയും പരാഗണം നടക്കാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളതാണ്. ഇതുമൊന്നും ഒരു കായ അങ്ങോട്ട് കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഞാവലിൻ്റെ കാര്യം. ഞാവലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണത്. ഇതാണ് നല്ല രീതിയിൽ ബുഷിയായിട്ടുണ്ടാവും. ഇതൊക്കെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിലുണ്ടാവും, നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. പക്ഷേ നമുക്കതിനവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് നമ്മളിങ്ങനെ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് ബാലിചാമ്പയാണ്. കഴിഞ്ഞ വർഷത്തെ അത്ര കീടാക്രമണം ഇല്ല, ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുത്തിട്ട് പൂക്കളുണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയി. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു കായ മാത്രം നിൽക്കുന്നുണ്ട്. ഈ കായ ഒരാഴ്ചക്കുള്ളിൽ ശരിക്കും നന്നായിട്ട് മൂത്ത് പഴുക്കും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാനതൊന്ന് എയർ അടിച്ചിട്ടേട്ടാ. ഇതിങ്ങനെ എയർ അടിച്ചുകൊണ്ടിരിക്കണം. ഒരു 700-500 അങ്ങോട്ടാണ് ഈ 5 ലിറ്ററിൻ്റെ ഈ സാധനത്തിന് വന്നത്. വലിയ
കുഴപ്പമൊന്നുമില്ല. ഇത് എത്രത്തോളം അടിക്കുന്നോ ടൈറ്റ് ആവുന്ന വരെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം മൊത്തം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും സമയം നമുക്ക് അടിക്കാൻ പറ്റി. ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, അത്രയും സമയം ശരിക്ക് റിയലായിട്ട് അടിച്ചിട്ടുണ്ട്. ഞാനിത് ഇപ്പോൾ ഇങ്ങനെ എത്ര പ്രാവശ്യം അടിച്ചു എഡിറ്റിംഗ് ഇല്ലാതെ. ഇനി വീണ്ടും എത്ര പ്രാവശ്യം അടിക്കാണ്ടാവുമെന്ന് കാണാം. പിന്നെ അത് വാഴ, ഡബിൾ മഹോയ് വാഴ. ഞാൻ എന്താ പറയുക, ടിഷ്യൂ വാഴ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കാണിച്ചു തരാം. എന്താ ഇത് കേടായി, എൻ്റെ മുറിച്ച് വെച്ചപ്പോൾ വീണ്ടും ഇല വരുന്നതാണ്. കണ്ട, ഇപ്പോൾ എൻ്റെ ഫോഴ്സ് കണ്ട. ചാമ്പയും ഇത് ഇലയുടെ അടിഭാഗത്തു നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഗുണമുണ്ടാവും. കാരണം ഇലയുടെ അടിയിലൊക്കെ വന്ന് പുഴു ഇരുന്നിട്ട് കംപ്ലീറ്റ് തിന്നു പോവും. പിന്നെ ഈ ഇങ്ങനെ പരിപാടി ചെയ്യുമ്പോൾ വൈകിട്ട് ഒരു 5-6 സമയത്ത് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇലകളിലെ ഒരു സുഷിരങ്ങളുണ്ട്, സ്റ്റോമ എന്ന് പറഞ്ഞിട്ട്, സ്റ്റോമാറ്റ എന്നൊക്കെ പറയാം. അപ്പോൾ അത് തുറന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകിട്ട് 6 മണി സമയമൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഫോളിയാർ സ്പ്രേ വളമായാലും കീടനാശിനി ആയാലും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടികൾക്ക് വലിച്ചെടുക്കാനും കാര്യങ്ങൾക്കും പറ്റും. ഇത് നാഗ്പൂർ ഹൈബ്രിഡ് ഓറഞ്ച് അത്യാവശ്യം വളർച്ചയുണ്ട്. ഞാനിതിനിടയ്ക്ക് നമ്മുടെ ഇത് കൊടുക്കാറുണ്ട്, എന്ത് നമ്മുടെ NPK എന്ന് പറഞ്ഞാലും അതിൽ മൈക്രോ ന്യൂട്രിയൻസും 12% നൈട്രജനും 60% ഫോസ്ഫറസും 50% പൊട്ടാസ്യം ഉള്ള മിക്സിങ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ചെയ്യുന്നത്. അല്ലാതെ 18 അല്ല. അത് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ വളവ്. പക്ഷെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നൈട്രജൻ കൂടുതലുള്ളത് ആണ് നല്ലത്. കുറച്ച് യൂറിയ ഇട്ട് കൊടുക്കണം. എന്തൊരു പ്രാണി നമ്മുടെ ഈ കണ്ടില്ലേ, കാണണ്ട, ഇതിൽ പെടഞ്ഞ് ചാവണത് റിയൽ ലൈഫിൽ കണ്ടില്ലേ, റിയലായിട്ട് കണ്ടില്ലേ അത് പെടഞ്ഞ് ചാവണത്. അങ്ങനെ ഈ വാഴയ്ക്ക് മടിച്ചു കൊടുക്കുക. പിന്നെ ഇതിവിടെ നമ്മൾ ഇവിടെ നട്ടയിൽ ഏറ്റവും കൂടുതൽ കായ് കിട്ടിയിരിക്കുന്നത് ഈ റെഡ് എന്താ പറയുക നാരങ്ങയ്ക്ക്. അതേ നാരങ്ങ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത്രയ്ക്ക് ഇതില്ല, കാരണം വളം കാര്യങ്ങളും അങ്ങനെ ഇങ്ങോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു നട്ടിട്ടൊക്കെ 2-3 കൊല്ലമായി. അപ്പോൾ ഇതുവരെ വളം, ഒരു മിനിറ്റ്, ഇതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞളും ഇവിടെ കസ്തൂരി മഞ്ഞൾ നട്ടിട്ട് അധികം വിളവുണ്ടായില്ല. അപ്പുറത്ത് പ്രതിഭ മഞ്ഞൾ നട്ടിട്ടും വിളവുണ്ടായില്ല. അപ്പോൾ അപ്പുറത്തെ പ്രതിഭ മഞ്ഞൾ ഇങ്ങോട്ടും വല്ല കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ ബാക്കി അങ്ങോട്ടും അപ്പുറം മാറ്റി വയ്ക്കാനാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മൾ കുഴി എടുത്തിട്ട് അതിൽ ചവറ് നിറച്ച് മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ വിത്ത് വെക്കാൻ പോകണം. അതിൻ്റെ മണ്ണിളക്കം കിട്ടാനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ പിന്നെ അതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കുംഭമാസം 2 ആഴ്ച കഴിഞ്ഞ് കുംഭമാസമായി. അപ്പോൾ ആ സമയത്ത് നട്ടിട്ട് പിന്നെ എന്താ പറയുക, മുള വരണ സമയത്ത് നമുക്ക് മറ്റേ വളങ്ങൾ, മണ്ണിരവളം, പിന്നെ വേറെ കുറേ വളങ്ങളുണ്ട്, മറ്റേ ചാണപ്പൊടി കോഴിക്കാട്ടൊക്കെ ഉണ്ട്, അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചാരവും ചാണകമൊക്കെ വെച്ച് മൂടാം. തൽക്കാലം അങ്ങനെ മൂടിയൊക്കെ ഞാൻ വിചാരിച്ച് ഈ ചവറിൻ്റെ മുകളിലാണ് ഈ സാധനം വെക്കുകയെന്ന്. പിന്നെ ഇതാണ് ആ ഓറഞ്ചിൻ്റെ ഇങ്ങേയറ്റത്തെ സൈഡ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ മനില ടെന്നീസ് ബോൾ ചെറിയ ഇത് എൻ്റെ തൈകൾ നമുക്കുണ്ട്, വലിയ തൈ കൊടുക്കാം. ഇതുമ്മ കായ പിടിച്ചതുണ്ട്. ഇത് തണലത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് കറ ഒരു ചവർപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ഇതിനെ വെയിലത്തേക്ക് മാറ്റിയിരിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ച നാമ്പ റെഡ് വാഴ ഇത്രയ്ക്കായിട്ടുണ്ട്. പിന്നെ ഈ മാവ് ഒക്കെ വൃത്തികേടായി. മാവിനും ഈ പ്ലാവിനും വേണ്ടിയിട്ട് വേറെ ഒരു ഇത് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതിപ്പോൾ വീണ്ടും തളിർപ്പുകൾ വേറെ വന്നിട്ടുണ്ട്. ഈ തളിർപ്പ് കണ്ട, ഈ തളിർപ്പ് ഇത് ചെറിയ ഒരു കുറച്ചും കൂടെ വലിപ്പം വന്നു കഴിഞ്ഞാലേ ഇതിൻ്റെ ഇലകൾ പ്രാണികൾ വന്ന് വെട്ടും. അപ്പോൾ ഈ മരുന്നൊന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയിട്ടാ. ഇത് നന്നായി വരുന്നുണ്ട്, പക്ഷേ ഇത് ഒരു ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഈ മരുന്ന് അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ഇലകളൊക്കെ വന്ന് പ്രാണികൾ വെട്ടും. ഇത് ശരിക്കും ഇപ്രാവശ്യം കായ്ക്കേണ്ട സാധനമായിരുന്നു. 3 കൊല്ലമായി. ഇത് ശരിക്കും നാംഡോക്മായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ്. അന്വേഷിച്ചപ്പോൾ ഇത് നാംഡോക്മായി അല്ല എന്ന് മനസ്സിലായി. ഇത് അത്യാവശ്യം ഷേപ്പിലൊക്കെ നമ്മൾ
പ്രൂൺ ചെയ്ത് വൃത്തിക്ക് വളർത്തിയെടുത്തതാണ്. പക്ഷേ അതിൻ്റെ അവസ്ഥ എങ്ങനെയായിപ്പോയി. എന്തായാലും തളിരില കണ്ടപ്പോൾ സന്തോഷം. എന്തായാലും ഇത് കുറച്ചും കൂടെ ഒന്ന് വലിപ്പം വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഇളകളുണ്ട്. പക്ഷെ ഇത്രയും ഇളകൾ നിർത്താൻ പറ്റില്ല. തൽക്കാലം ഇത് ഉണ്ടാവട്ടെ. വന്നതിന് ശേഷം കരുത്തുള്ള ഇളകൾ നമുക്ക് നിർത്തിയിട്ട് ബാക്കി പ്രൂൺ ചെയ്ത് കളയാം. എല്ലായിടത്തും ഇള പൊട്ടിയിട്ടുണ്ട്. ഇത് അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെയും ഇല മുറിയം പ്രാണി ഇല മുറിച്ചിട്ട് പോവും. പിന്നെ ഇത് ചട്ടോയ്ക്ക് ഓറഞ്ചാണ്. ചട്ടോയ്ക്കല്ല, ഇത് മുസമ്പിയാണ്, വിയറ്റ്നാം മാൾട്ട മുസമ്പി. അത് ഈ ട്രാൻസ്പെറൻറ്റ് അറിയുന്നവർ പറയണം, ട്രാൻസ്പെറൻറ്റ് ചട്ടിയിലിരിക്കുന്നതിന് വളർച്ച കുറയും എന്ന് കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല. പിന്നെ ഇത് ചട്ടോയ്ക്ക് ഓറഞ്ച്. ഇത് ശരിക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഇതും കൊടുക്കാനുള്ളതാണ്. നാരകമാണ്, സീഡ്ലെസ്. ഇത് ഇവിടെ നമ്മുടെ ഗോൾഡൻ സീതപ്പഴം കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ടു, കായ്ച്ചിട്ടില്ല. ഇനി പ്രാവശ്യം വളം ചേർത്തിട്ട് ഒന്നും കൂടെ മണ്ണിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ആ വളമില്ലേ, NPK വളം അടിച്ചു കൊടുത്ത സമയത്ത് ഇതുമ്പോൾ നല്ല ഓണം കായുണ്ടായി. ഇതൊന്ന് പ്രൂൺ ചെയ്തിട്ട് അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് അല്ല ഞാൻ ചെയ്തോളാം. ഇതിൻ്റെ ഇലകൾ കളഞ്ഞാൽ മറ്റേ പഴം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇലകൾ കളയാനായിട്ട് സമയം കിട്ടിയില്ല. ഇതിൻ്റെ ഇലകൾ അടുത്ത ആഴ്ചയിൽ എങ്ങനെ കംപ്ലീറ്റ് ഉള്ളി കളയാം, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്. പിന്നെ ഇതൊന്ന് നല്ല ഉയരത്തിൽ പോയ കമ്പുകൾ വെട്ടിക്കളയണം. ഏത് അത് മതി, അത് തറയരുത്. ഇത് ലോങ്ങൻ ഇപ്രാവശ്യം അത് കായ്ച്ചില്ല. ഇത് വെയിലത്തെ സ്ഥലമൊക്കെ മാറ്റി വെച്ചു. ഇതെന്താ പ്രശ്നം വെച്ചെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, മണ്ണേ നല്ല തിക്കായിപ്പോയി. ഒരു മിനിറ്റ്. അപ്പോൾ ഇത് ലോങ്ങനാണ്, പിങ് പോങ് ലോങ്ങൻ. എന്താ അത് ഏത് മാവ് ഇപ്പോൾ വെയിലത്തേക്കൊന്നും മാറ്റണ്ട. അത് ഒന്ന് ഉഷാറായിട്ട് മഴക്കാലത്ത് നമുക്ക് മാറ്റാൻ വെയിലത്തേക്ക്. അത് തെങ്ങ് നോക്കണ്ട, അത് ഈ മരുന്ന് അടിച്ചു കൊടുക്കുകയാണ് പ്രധാനം. കാരണം അതിൻ്റെ ഇലയൊക്കെ അല്ലെങ്കിൽ ഇല മുറിച്ച് പോകും. തൽക്കാലം നിർത്താണ്. ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈതച്ചക്കകൾ പലതും കായ്ച്ചു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഡ്രാഗൺ വളത്തിൻ്റെ കുറവാണ് ഇങ്ങനെ വളരുന്നത്. അപ്പോൾ ഇതിന് വളവും കാര്യങ്ങളും ഒന്ന് നോക്കണം. പിന്നെ ഈ ചിറ്ററത്തൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം പറിച്ച് കളയും, കോലിഞ്ചിയും കാര്യങ്ങളൊക്കെ. ചിറ്ററത്തെ കിലോ ഉണക്ക 300-600 രൂപ ഉണ്ടെന്ന് പറഞ്ഞത്. അതൊന്ന് പറിച്ച് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 3 സെൻറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അപ്ഡേറ്റുകൾ പിന്നീട് അറിയിക്കാം. ഏറ്റവും വലിയ അപ്ഡേറ്റ് ഈ പൈനാപ്പിളിൻ്റെ ചക്ക ഉണ്ടായി തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാം.